സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് ആഗതമാവുകയാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ നിറയുന്നത് അലങ്കാരങ്ങൾ നിറഞ്ഞ ക്രിസ്മസ് ട്രീയും വർണ്ണക്കടലാസുകൾ കൊണ്ട് നിർമ്മിച്ച നക്ഷത്രങ്ങളും മാധുര്യം നിറഞ്ഞ കേക്കും ഒക്കെയാണ്. കുട്ടിക്കാലത്ത് ആഘോഷിച്ച ക്രിസ്തുമസ് ഇപ്പോഴും മായാത്ത ഓർമ്മയായി മനസ്സിലുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരിയായി നമ്മൾ മനസ്സുകൾക്കുള്ളിൽ ഒരു പുൽക്കൂട് ഒരുക്കാറുണ്ടോ? ഉണ്ണീശോ അതിൽ ജനിക്കാറുണ്ടോ? എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ മനസ്സിലാക്കാനും പരിഗണിക്കാനും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അവരോട് പെരുമാറാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വരുന്ന ക്രിസ്മസ് ദിനത്തിലെങ്കിലും നമ്മുടെ എല്ലാ മനസ്സുകൾക്കുള്ളിൽ ഒരു ഉണ്ണീശോ പിറക്കട്ടെ. ഉണ്ണീശോയ്ക്കായി നമുക്കൊരു പുൽക്കൂട് ഒരുക്കാം. സുഗത ജപങ്ങൾ കൊണ്ടും കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ കൊണ്ടും അത് തയ്യാറാക്കാൻ നമ്മുടെ മക്കളെ ഒരുക്കുകയും ചെയ്യാം. കൃപയുടെ സമാധാനത്തിന്റെ ഒരു ക്രിസ്മസ് ദിനമായി ഈ വർഷം എല്ലാവർക്കും മാറട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വന്നുദിച്ചു താരകം പുതുവാർത്തയുമായി, മണ്ണിന്റെ രാജനായി സ്വലോകനായകൻ വന്നു പിറന്നു ഗോശാലയിൽ. മണ്ണിന്റെ രാജനായി സ്വലോകനായകൻ വന്നു പിറന്നു ഗോശാലയിൽ. അങ്ങു ദൂരെ മലമുകളിൽ ആട്ടിടയന്മാർ ആടുമേച്ചു ക്ഷീണിതരായി അവരുറങ്ങവേ. അങ്ങു ദൂരെ മലമുകളിൽ ആട്ടിടയന്മാർ ആടുമേച്ചു ക്ഷീണിതരായി അവരുറങ്ങവേ. വാനിലായി ദിവ്യ ശബ്ദം കേട്ടവരുണർന്നു, തങ്ങൾക്കൊരു രക്ഷകൻ പിറന്നതറിഞ്ഞു. അവരാമോദമോടെ ആ പുൽക്കൂട്ടിലെത്തി, കീറ്റുശീലയിൽ പൊതിഞ്ഞ പൈതലെ കണ്ടു.